ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണിക്കുന്നത് നമ്മളെ വീട്ടുമുറ്റത്തെ കൃഷിയും കുറച്ച് കൃഷികളൊക്കെയാണ്. ഇത് നമ്മുടെ ഒരു അടയ്ക്ക ഒരു തൈ നട്ടിരിക്കുന്നതാണ്. അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ചീര പാകിയിട്ടിരിക്കുന്നു. ഉണ്ടാ, ഇതിപ്പോൾ ഒരു 10-15 ദിവസം ആയതാണ്, തൈയാണ്. ഇങ്ങനൊരു 10-15 ദിവസം ആകുമ്പോഴത്തേനും നമുക്കിത് വിളവെടുക്കാൻ സാധിക്കും. നമ്മൾ ഇടുന്ന വളമെന്ന് പറഞ്ഞാൽ കോഴി വളവും ചാണകപ്പൊടിയും ചാരമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മളതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കും. ആ ചുവട്ടിലിട്ട് ഒരു 10 ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചീര വിത്ത് പാകുന്നത്. അപ്പോഴത്തേനും നമുക്ക് ഒരു 40 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ഇത് പട്ടുചീര എന്ന് പറഞ്ഞിട്ട് ഒരു ഇനത്തിൽപ്പെട്ട ചീരയാണ്, അതിൻ്റെ വിത്താണ്. നമുക്ക് വിളവെടുക്കാൻ സാധിക്കും കേട്ടോ. ഇനി നമ്മളിതാണ്ട ഇവിടെ ഒരു പച്ച ചീര ഇപ്പോൾ ഉണ്ട്. ഇത് വിളവെടുക്കാറായി. നമ്മൾ വേറെ കുറച്ച് പച്ചച്ചീര നമ്മൾ നേരത്തെ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. ഇത് 2 ചുവടേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മളെ തമിഴ്നാട്ടിലെ 1000 കാഴ്ച എന്ന് പറഞ്ഞൊരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് നമ്മളിത് പാകിയിരുന്നത്. ബാക്കിയെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. ഇനി 2 ചുവടേ നിൽപ്പുള്ളൂ. ഇത് ഏകദേശം ഒരു 1.5 അടിയോളം ഹൈറ്റ് ഉണ്ട് ഈ ചീരയ്ക്ക്. ഇത് കാണുന്നുണ്ടോ? എൻ്റെ തെങ്ങിൻ്റെ കൂട്ടത്ത് നമുക്ക് ചീരയും നടാം, തെങ്ങിൻ്റെ ചുവട്ടിൽ ഉണ്ടോ. പിന്നെ നമ്മുടെ കൃഷി തോട്ടത്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവിൻ്റെ തൈയാണ്. ഏകദേശം ഇതിപ്പോൾ ഒരു 5 അടിയോളം ഹൈറ്റ് ആയിട്ടുണ്ട് ഏകദേശം. ഇത് 4 വർഷമൊക്കെ ആകുമ്പോഴാണ് കായ്ക്കുന്നതെന്ന് പറയുന്നത്. ഇത് നമ്മളിവിടെ ഈ സൈഡ് പണിഞ്ഞുകൊണ്ട സമയത്ത് എന്നേനും ഇതിൻ്റെ ശരിക്കുള്ള തായ്ക്കൊമ്പ് ഒടിഞ്ഞു പോയായിരുന്നു. അന്നേരം നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ചുറ്റി വിട്ട് ഇങ്ങനെ താഴെ തന്നെ 3 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. 1, 2, 3 ബ്രാഞ്ച്. നമ്മളതിൽ ഇതും നല്ല ശക്തമായ ബ്രാഞ്ചാണ്. ഈ 2 ബ്രാഞ്ചും നിലനിർത്തിയിട്ട് ബഡ് താഴെയാണ് കേട്ടോ. ബഡ് മണ്ണിൻ്റെ അടിയിലായിപ്പോയി. അന്നേരം ഇതൊക്കെ താഴ്ന്ന ഭാഗമായിരുന്നു. പിന്നീട് നമ്മളിത് ഇന്ന് മണ്ണ് ഉയർത്തി എടുത്തപ്പോഴത്തേനും ബഡ് അങ്ങ് താഴ്ന്നു പോയി. നട്ടിട്ടിപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ. 5 അടി ഹൈറ്റിനോട് വളർന്നിട്ടുള്ളൂ. അത് ഒടിഞ്ഞു പോകേണ്ടതായിരിക്കാം. 5 അടി ഹൈറ്റിനോളം ഏകദേശം വളർന്നിട്ടുണ്ട്. അല്ല ഫുൾ വ്യൂ കാണിച്ചു തരാം. നല്ല ബുഷായിട്ട് നല്ല ഷേപ്പിന് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രൂണിങ് ഒന്നും ചെയ്യുന്നില്ല, വളർത്താണ് നമ്മൾ നോക്കുന്നത്. താഴെ 3 ബ്രാഞ്ചുള്ളതുകൊണ്ട് 3 ബ്രാഞ്ചും വളർത്തി ഒരു 5 അടി ഹൈറ്റ് ഒരു 2 അടി വളർന്നതിന് ശേഷം നമ്മളത് മുകളിൽ നിന്ന് കട്ട് ചെയ്യുമ്പോഴത്തേനും വീണ്ടും ബ്രാഞ്ച് ആക്കും. നമ്മൾ ബ്രാഞ്ച് ആക്കിയിട്ട് അങ്ങനെ വളർത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിന്ദൂറാണ്. പിന്നെ നമുക്ക് ഇതെൻ്റെ വീട്ടിലെ കിണറാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഒരു മാവ് തൈ നട്ടിട്ടുണ്ട്. മാവിൻ്റെ ചുവട്ടിലെല്ലാം പച്ചച്ചീരയും വെണ്ടയൊക്കെയാണ് നിൽക്കുന്നത്. മാവ് നടുക്കായിപ്പോയി. അതൊക്കെ മാറും. നമ്മളിപ്പോൾ കുറേ വിളവെടുത്താണ്. ഈ പച്ചച്ചീര വിളവെടുത്ത് കഴിഞ്ഞതാണ്. എന്നാലും കുറേ നിൽപ്പുണ്ട് ഇതിൻ്റെ ഇടയിൽ. വെണ്ടയും നമ്മൾ ഒരുപാട് കാ പറിച്ചതാണ്. നല്ല നിൽപ്പുണ്ട് കണ്ടാ. പിന്നെ നമ്മുടെ അടുത്ത എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതും കുറ്റ്യാടി ഇനത്തിൽപ്പെട്ടൊരു തെങ്ങാണ്. കുറ്റ്യാടി ഇനത്തിൽപ്പെട്ടൊരു തെങ്ങ് നമ്മൾ മേടിച്ചടിക്കുന്നതാണ്. ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ടായിരുന്നു വെണ്ടയും ചീരയൊക്കെ. എല്ലാം നമ്മൾ പൊഴുത് മാറിയതാണ്. നമ്മൾ ഇത് മറ്റേ ചീര പാകി വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം പാകിയതാണ്. ഇതിപ്പോൾ ഈ പരുവായതേ ഉള്ളൂ. കണ്ടാ, ഇതിൻ്റെ മുകളിൽ ഒരു അടയ്ക്കാര ചുവട്ടിൽ നമ്മൾ പാവിക്കുന്നതാണ്. കണ്ടാ, അടയ്ക്കാത്ത വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നമ്മൾ പാവിക്കുന്നത്. മറ്റേത് വിളവെടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കിത് വിളവെടുക്കാറാവും. നമ്മൾ പുറത്ത് കൊടുക്കുന്നില്ല, നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം നമുക്കിത് ഉപയോഗിക്കാം. കാരണം അതിന് കണക്കാക്കിയാണ് നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്നത്. ഒരെണ്ണം മാറി കഴിയുമ്പോഴത്തേനും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് അടുത്ത എടുക്കാം. ഇത് ഞാൻ ആദ്യം കാണിച്ചില്ലേ ചീര, അത് പാകി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചീര പാകിയത്. ഇതും അടയ്ക്കാര ചുവട്ടിലാണ്. ഇത് പാകിയിട്ട്
നമ്മൾ തന്നെ അപ്പുറത്ത് കാണിച്ചില്ലേ, ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് പാകിയതാണ്. നമ്മൾ വേനലാകുമ്പോഴത്തേന് എല്ലാവരും വീട്ടിലിങ്ങനെ കുറച്ച് സൗകര്യങ്ങളുണ്ടെങ്കിലും മതി. ഏതെങ്കിലും ഒരു ചെടി നട്ടിക്കുന്നതിൻ്റെയോ അതിൻ്റെയൊക്കെ ചുവട്ടിലൊന്നും നമ്മൾ കൊത്തി കളച്ചിട്ട് ഇത്തിരി വെള്ളം നനച്ചിട്ട് നമ്മളിങ്ങനെ ചീരയിടാനെങ്കിൽ നമ്മളെ ഈ വേനൽ സമയമാകുമ്പോൾ, വേനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം തൊട്ട് നമുക്ക് തുടങ്ങാം. മഴക്കാലത്ത് നമുക്ക് കീടനാശിനിയൊക്കെ അടിച്ചാൽ ചിലപ്പോൾ ഇത് കിട്ടുള്ളായിരിക്കും. മഴക്കാലത്ത് എനിക്ക് ഭാഗമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കിട്ടും നമുക്ക് ചിലപ്പോൾ 1-2 ചുവട് കിട്ടും. പുള്ളിക്കൂത്തടിക്കും, ഇലയെല്ലാം വേണ്ട. ഇതിന് നമ്മളൊന്ന് ഒരു കീടനാശിനി ഒന്നും അടിക്കുന്നുണ്ടാവില്ല. ഈ വേനൽ സമയത്ത് ആയിരുന്നിട്ട് പോലും ഇതിൻ്റെ ഇലയിലൊക്കെ ചെറിയ കീടങ്ങളുടെ ആക്രമണങ്ങളുണ്ട്. ഉണ്ടാ നമ്മുടെ ചാരമാണ് ഈ പുറത്തോടി ഇങ്ങനെ ഇടയ്ക്ക് തൂക്കി കൊടുത്തിരിക്കുന്നത്. വേറെ നമ്മൾ വാങ്ങത്തില്ല. ചാരം വിറക് കത്തിച്ചെടുക്കുന്ന ചാരമാണ്. നമ്മൾ അടുപ്പിൽ നിന്ന് ചാരം വാരി പുറത്ത് വെച്ചിട്ട് അത് നമ്മൾ വെള്ളം നനച്ച് വെച്ചേക്കും. ചൂട് തണുത്തതിന് ശേഷം നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഇതൊരു എന്നറ്റിനകത്തിൽപ്പെട്ടൊരു റംബുട്ടാനാണ്. ഇത് നമ്മൾ വേര് പിടിച്ച് ലെയർ ചെയ്ത് ചെയ്യിപ്പിച്ചെടുത്ത തൈയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നട്ടതേ ഉള്ളൂ. ആയി വരുമ്പോഴത്തേന് നമുക്കിതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാം. ഇത് അൽഫോൺസ എന്ന് പറഞ്ഞൊരു മാവാണ്. ഉണ്ടോ, ഇതാണ് നഴ്സറിക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കിയ ഒരു ഇനം. വേൾഡിൻ്റെ തന്നെ നമ്പർ 1 പ്ലാവ് എന്ന് പറഞ്ഞാൽ J30 പ്ലാവിൻ്റെ തൈയാണ്. ഇതിപ്പോൾ കുഞ്ഞ് തൈയാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വെച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 അടി ഹൈറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ മേടിച്ച് വെച്ചതേ ഉള്ളൂ കേട്ടോ. ഒരു എത്ര മാസം വരും? ഒരു 3 മാസം. 3 മാസം ആയില്ല കേട്ടോ. എന്നാലും ഒരടി ഹൈറ്റിനുള്ള തൈയായിരുന്നു. ഇപ്പോൾ ഏകദേശം 2 അടിയോളം വളർന്നിട്ടുണ്ട്. കുറച്ചുകൂടി ബ്രാഞ്ചിൽ വന്നിട്ടുണ്ട്. നമ്മൾ പ്രൂണൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ചുവട്ടിൽ നമ്മൾ മുളക് നിൽക്കുന്നതാണ്ട. നമ്മുടെ മുളക് ഒരു 10 സെൻറ്റ് 15 സെൻറ്റ് വരില്ല, ഒരു 12 സെൻറ്റ് നീളമൊക്കെ വരും. പച്ചമുളകാണ്. ചെറുതായിട്ട് കുരടിപ്പൊക്കെ വരുന്നുണ്ട് ഇതിനൊക്കെ. ഇത് കണ്ടോ, ഇത് നമ്മൾ